അങ്ങനെ ഒരു ലോഡ് ഫുഡ് കഴിച്ച് നമ്മൾ അവസാനം എയർപോർട്ടിൽ എത്തിപ്പെട്ടു. എയർപോർട്ടിൽ എത്തിക്കുമ്പോൾ ഒരു മനുഷ്യക്കുട്ടിയില്ല. പിന്നല്ലേ മനസ്സിലായത് നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലാണ് വന്ന് എത്തിയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് നമ്മൾ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 3 പോയി. പിന്നെ തിരിഞ്ഞു നോക്കി അധികം സെന്റിമെന്റ്സ് ഒന്നും ഇടാൻ നിന്നില്ല. നേരെ പെട്ടിമാട്ടക്കലിലെടുത്ത് എയർപോർട്ടിലേക്ക് കയറി ചെക്ക് ഇൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 2 മണിക്കൂർ ഡിലേ. കാത്തിരുന്ന് അവസാനം നമ്മുടെ ഫ്ലൈറ്റ് എത്തിപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി സൈഡ് സീറ്റിൽ തന്നെ അങ്ങ് ഇരുന്ന്. അപ്പോഴത്തേക്കും നമ്മൾ അണ്ണം പച്ചക്കൊടി വീശി പോകേണ്ട സമയം ആയിരിക്കുന്നു. പിന്നെ നമ്മളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബോർഡ് അവസാനം ഒന്നും കൂടി കണ്ട് പിന്നെ നമ്മളെ ഫ്ലൈറ്റ് നേരെ ആകാശത്തിലേക്ക് പറന്ന് നീങ്ങി. വാട്ട് ആൻ ഇമോഷണൽ മൂമെന്റ്. വിഷമം വന്നാൽ എനിക്ക് അപ്പോഴും ഫുഡ് കഴിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. ആപ്പിൾ ജ്യൂസ് പിന്നെ പൊറോട്ട എടുത്ത് നമ്മൾ നേരെ കുത്തിയത് പായസത്തിലേക്ക്. വിഷമം കൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ റൈസും സാലഡും ചിക്കൻ കറിയും. അപ്പോഴേക്കും നമ്മൾ മലേഷ്യൻ ആകാശത്തിൽ എത്തിയിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കേണ്ട ഓട്ടത്തിലായി. നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറേണ്ടത് അടുത്ത ടെർമിനലാണ്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ബസ്സെല്ലാം പിടിച്ച് പോകണം. നമ്മൾ അങ്ങനെ ബസ്സും പിടിച്ച് അവസാനം നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറി. ഈ ഫ്ലൈറ്റിൽ ഫുഡിന് നല്ല ഓംപ്ലേറ്റും ചിക്കൻ കറിയും ചോറും. പിന്നെ നമ്മളൊരു സിനിമ കണ്ടങ്ങിരുന്നു. സിനിമ കണ്ട് കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് ഫുഡ് എത്തി. ഈ പ്രാവശ്യം സാൻഡ്വിച്ച്, ബീഫ് കറി, ചോറ്. ഈ പ്രാവശ്യം ഫുഡ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ സമയം രാത്രി ആയിരിക്കുന്നത്. നമ്മൾ ന്യൂസിലാൻഡിൽ എത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ പെട്ടി എടുക്കലാണ്. മലേഷ്യൻ എയർവേസിൽ വന്ന അധികം ആക്കും പെട്ടി കിട്ടാറില്ല എന്നാ പറഞ്ഞ കേട്ടത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് പെട്ടി കിട്ടി.